നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മാസം അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാവുക. ഇത്തവണ 16 ടീമുകളാണ് ആകെ പങ്കെടുക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ലക്ഷ്യം ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ പരിശീലകനായ ലയണൽ സ്കലോണി ഈ ഒരു കോപ്പ അമേരിക്കക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. 29 അംഗങ്ങൾ ഉള്ള ഒരു സ്ക്വാഡാണ് പ്രഖ്യാപിച്ചത്. ഇനി ഇതിൽ നിന്നും 3 താരങ്ങളെ കൂടി അദ്ദേഹം ഒഴിവാക്കും. കോപ്പ അമേരിക്കക്കുള്ള അർജന്റീനയുടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TVC സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജൂൺ 3-ാം തീയതിയാണ് അർജന്റീന ഒരുക്കങ്ങൾ ആരംഭിക്കുക. അതായത് ജൂൺ 3-ാം തീയതി മയാമിയിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ട്രെയിനിങ് സെഷൻ അർജന്റീന നടത്തും. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഇവർ പരിശീലനം നടത്തുക. ജൂൺ 9-ാം തീയതി ഷിക്കാഗോയിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ സൗഹൃദ മത്സരം അർജന്റീന കളിക്കുന്നുണ്ട്. എതിരാളികൾ ഇക്വഡോർ ആണ്. അതുവരെ മയാമിയിൽ വെച്ച് അർജന്റീന ട്രെയിനിങ് നടത്തും. ഈ മത്സരത്തിന് ശേഷം തിരികെ പരിശീലനത്തിന് വേണ്ടി അർജന്റീന മയാമിയിൽ തന്നെ തിരിച്ചെത്തും. ജൂൺ 14-ാം തീയതി വാഷിംഗ്ടണിൽ വെച്ചുകൊണ്ട് അർജന്റീന ഗോട്ടിമാലക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. അതിനുശേഷം അറ്റ്ലാന്റയിലേക്കാണ് അർജന്റീന പറക്കുക. അർജന്റീനയുടെ ആദ്യത്തെ കോപ്പ അമേരിക്ക മത്സരം അറ്റ്ലാന്റയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ജൂൺ 21-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ. പിന്നീട് ജൂൺ 26-ാം തീയതി ചിലിയെയും ജൂൺ 30-ാം തീയതി പെറുവിനെയും അർജന്റീന നേരിടും. ഇതുവരെയുള്ള ഷെഡ്യൂളുകളാണ് ഇപ്പോൾ അർജന്റീന പ്ലാൻ ചെയ്തിട്ടുള്ളത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊമെന്റം തുടരണമെങ്കിൽ അവർക്ക് കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കേണ്ടതുണ്ട്. നായകൻ ലയണൽ മെസ്സിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ അതിന് സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.